എന്താ NR മധുവിന് പറ്റിയെന്ന് എനിക്കറിയില്ല. ഫേമസ് ആവാൻ പറ്റിയ സാധനമാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോ നിരന്തരമായിട്ട് വേടനെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആള് സ്റ്റേറ്റ്മെന്റിൽ നിന്നും മാറ്റം വരുത്തിയിട്ടില്ല, മാപ്പും പറഞ്ഞിട്ടില്ല. വേടൻ അമ്പലത്തിൽ കയറ്റരുത് എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ ഈ പാവപ്പെട്ട ആളുകളുടെ, അതായത് കീഴ് ജാതിക്കാരായ ആളുകളുടെ തലതൊട്ടപ്പനാക്കിക്കൊണ്ട് നിങ്ങൾ എന്തിനാ വേടനെ വെക്കുന്നത്, വേടൻ ഒരു വിഘടനവാദിയാണ് എന്ന വാദത്തിലാണ് ആൾ ഉറച്ചു നിൽക്കുന്നത്. ആള് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൾക്കുള്ള മറുപടി വേടനും കൊടുത്തിട്ടുണ്ട്. ഒന്ന് കേൾക്കാം. ഞാൻ വേടൻ വിഘടനവാദം പ്രചരിപ്പിക്കുന്നു എന്നല്ല പറഞ്ഞത്. വിഘടനവാദികളുടെ കയ്യിലെ ഉപകരണമായി വേടൻ മാറുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിലെ കലാകാരനെ ഞാൻ നിഷേധിച്ചിട്ടില്ല, അദ്ദേഹത്തിലെ പാട്ടുകാരനെ ഒന്നും ഞാൻ നിഷേധിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെ ഒരു ദളിത് ഐക്കണായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അദ്ദേഹം ഈ നാട്ടിലെ, നമ്മുടെ കേരളത്തിലെ ദളിതരുടെ പ്രശ്നങ്ങളല്ലല്ലോ പറയുന്നത്. അദ്ദേഹത്തിന്റെ സംഗീതങ്ങളിൽ, അതിന്റെ സാഹിത്യം നിങ്ങൾ നോക്കൂ. അദ്ദേഹം സിറിയെ കുറിച്ച് പറയുന്നുണ്ട്, സിറിയുടെ മാറിലെ മുറിവ് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ കേരളത്തിലെ പ്രശ്നങ്ങളല്ല ആള് സംസാരിക്കുന്നത് എന്നാണ് ആള് പറയുന്നത്. വേടൻ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിലെ എല്ലാ പാട്ടുകളിലും അദ്ദേഹം രാജ്യത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ രാഷ്ട്രീയമൊക്കെ ചെറിയ ചെറിയ വരികളിലൂടെ വളരെ പവർഫുൾ വേർഡായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാ പാട്ടൊക്കെ കേട്ടവർക്ക് മനസ്സിലാവുന്നുള്ളതാണ്. പിന്നെ ദളിതന്റെ ഒക്കെ നേതാവായിട്ട് വേടനെ കാണുന്നു എന്ന് താങ്കൾ പറയുന്നുണ്ടല്ലോ. താങ്കൾക്ക് അത് മനസ്സിലാവാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ അത്ര അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. വേടൻ പറയുന്ന രാഷ്ട്രീയം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഞങ്ങളെ ഈ ഒരു പുതിയ ജനറേഷന് അത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ തന്തവൈബ് അടിച്ചു നിൽക്കുന്ന നിങ്ങൾക്കതൊന്നും മനസ്സിലാവില്ല. കാരണം നിങ്ങളുടെ തന്തവൈബിന്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം എന്താ, അത് തന്നെ തൊട്ടു തീണ്ടായും അത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും വേടൻ തന്നെ ഒരു ചെറിയ മറുപടി തന്നിട്ടുണ്ട്. പുള്ളിക്കാരന്റെ അഭിപ്രായം പറയാനുള്ള ഒരു കാര്യം കൂടിയാണല്ലോ. ഞാൻ സർവ്വജീവികൾക്കും സമത്വം വിചാരിക്കുന്ന അംബേദ്കർ പൊളിറ്റിക്സിലാണ് വിശ്വസിക്കുന്നത്. പുതിയ കാര്യമല്ല, ഞാൻ ഭയങ്കര വിഘടനവാദിയാണെന്നാണ് മുന്നേ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇല്ല, എനിക്കറിയില്ല ഇവരെന്തെങ്ങനെ പറയണേന്ന്. അത് നമ്മൾ എടുക്കുന്ന ജോലി എവിടെയോ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്, പ്രവർത്തിക്കുന്നുള്ളതിന്റെ ഒരു കാര്യം, നല്ല കാര്യമായിട്ട് മാത്രം എടുക്കുന്നുള്ളൂ. ഞാനതിന് കൊള്ളുന്നുണ്ട്, നന്നായിട്ട് കൊള്ളുന്നുണ്ട്. ആ കൊള്ളുന്ന ആളുകൾ തന്നെയാണ് കിടന്ന് കുരയ്ക്കുന്നതെന്ന് വേടൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളതിന് കൂടുതലായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. അവര് തന്നെ കൊണ്ടവര് വരി വരിയായി വന്ന് കൊണയ്ക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ ഇവിടെ ഒരു ദളിത പിന്നോക്ക ഐക്കണായി അവതരിപ്പിക്കുന്നവർ സത്യത്തിൽ ദളിതരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അയ്യോ, സവർണനോടുള്ള സ്നേഹം ഒന്ന് പോടവിടുന്നു. ദളിതനോട് സ്നേഹമുണ്ടോ, മനുഷ്യന്മാരോട് സ്നേഹമുണ്ടോ എന്നൊക്കെ മനുഷ്യന്മാർ തീരുമാനിച്ചുള്ളൂ. നിന്നെ പോലെയുള്ള നികൃഷ്ട ജീവികളൊക്കെ എന്തിനാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോവുക. വേടൻ പറയുന്ന വാക്കുകളിൽ കൃത്യമായിട്ട് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഈ ജനതക്ക് ആവശ്യമായ രാഷ്ട്രീയം തന്നെയാണ്. ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു, വേടൻ തന്നെ പറയട്ടെ. അമ്പലങ്ങളിൽ എനിക്ക് എന്തായാലും അമ്പലങ്ങളിൽ ഷോ കിട്ടും, ഞാൻ എന്തായാലും പോയി പാടുകയും ചെയ്യും. അമ്പലങ്ങളിൽ നിന്ന് NR മധു പറഞ്ഞൊരു വാക്കുണ്ട്, അവൻ അമ്പലങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ക്യാബ്ര ഡാൻസ് നടത്തിക്കൂടെ എന്നൊക്കെ. നിങ്ങൾക്ക് അതൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ ഇരുന്ന് കാണുക. വേടന്റെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പോയി കാണും, അത്രേ പറയുന്നുള്ളൂ. കൊറിയയിലെ മീതയുള്ള കഴുകനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ലങ്കയിൽ ദാഹം മാറാതെ അലഞ്ഞു നടക്കുന്ന പുലികളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പുലികൾ ഏതാണ്? LTT-കാരാണ്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വധിച്ച LTT ആണ് ഇവിടെ മഹത്വവൽക്കരിക്കുന്നത്. ഓക്കെ താങ്കൾ തന്നെ ഓരോ വരികൾക്കും പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തുന്നുള്ളത് കൊണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആരാണ് പുലികൾ, എന്താണ് പുലികൾ? സാധാരണക്കാരെയാണ് വേടൻ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ഒരു യുദ്ധമുഖത്ത് പാവപ്പെട്ട ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ടാവും, ഒന്നും തിന്നാൻ കിട്ടില്ല. സോമാലിയയിലെ അവസ്ഥ നമുക്കറിയില്ല, പട്ടിണി പാവങ്ങളാ. അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ആള് എഴുതിയിട്ടുള്ളത്. അതിനെ മന്ത്രിയെ കൊല്ലാൻ വന്ന ആളാക്കി മാറ്റി. കൊള്ള. സോമാലിയയിലെ ബാല്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. വയനാട്ടിലെ വനവാസി പട്ടിണി കിടന്ന് മരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. ആരോ പറഞ്ഞത് കേട്ട് എന്തോ കൊണയ്ക്കുന്നവനാണ് ഈ കൊണവീരൻ. എന്റെ കൊണയടി വീര, നീ ഒന്ന് കേൾക്കണം. കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും. ആരെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ളത്? ആദിവാസിയായിട്ടുള്ള ഒരു മനുഷ്യനെ ഒരുപാട് ആളുകൾ ചേർന്ന് തല്ലി കൊന്നിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ലേ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അരി കട്ടതിനാ. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം എല്ലാം പഠിച്ചു വെച്ച വേടനെ കുറിച്ച് പൂർണ്ണമായി അറിയുന്ന ഒരാളെ പോലെ പറയുന്നത്. ഇവനൊരു മണ്ണാങ്കട്ടി അറിയില്ല. ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു വിപത്താണ് ഇവൻ, അത്ര പറയുന്നുള്ളൂ. ഇതിനെയാണ് ഞാൻ ഭീകരവാദം എന്ന് വിളിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ
പിന്നിലുള്ള ആൾക്കാർ എഴുതി കൊടുക്കുന്ന സാഹിത്യമാണെന്നാണ് തോന്നുന്നത്. പലായനം ചെയ്യുന്നു, പാലസ്തീൻ ആൾക്കാർ പലായനം ചെയ്യുന്നു. കാശ്മീരിൽ നിന്ന് 90-കൾ മുതൽ പലായനം ചെയ്തവരെ കുറിച്ച് എന്തേ പരാമർശിക്കാത്തത്? താങ്കൾ ഒരു കാര്യം ചെയ്യും, ഒരു പേനയും പേപ്പറൊക്കെ എടുത്തിട്ട് വേടൻ ആരും എഴുതി കൊടുക്കുന്നത് ആണ് ആള് പാടുന്നത് എന്നല്ലേ പറയുന്നത്. താങ്കൾ എഴുതി കൊടുക്ക്, വേട ഇതുണ്ട് പാട്, കാശ്മീരിൽ ഇതാ കാലങ്ങളായിട്ട് പലായനം ചെയ്യപ്പെടുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് എന്ത് എഴുതണമെന്ന്. ആ എഴുതുന്ന വാക്കുകൾ ഇവിടെ കണക്ട് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം എഴുതിയ കാര്യം കൃത്യമായിട്ട് എത്തേണ്ടടുത്ത് എത്തുന്നുണ്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ജാതിയും മതവും വർണ്ണവും വർഗവും ഒന്നും വേണ്ട, നമ്മളൊന്നാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ലോകരാഷ്ട്രീയമാണ്, ലോക ജനതയെ കുറിച്ചിട്ടാണ് ആള് പറയുന്നത്. മലയാളത്തിലാണ് പറയുന്നത്, മലയാളത്തിലാണ് പാടുന്നത്, മലയാളികളെ കൂടുതൽ അറിയുകയുള്ളൂ എന്നൊരു പ്രശ്നം മാത്രമേ വേടനുള്ളൂ. അല്ലാത്ത പക്ഷം വേടൻ ലോകം അറിയുന്ന ഒരു പാട്ടുകാരനായിട്ട് മാറും. എന്തുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ജനത ചരിത്രം മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ അദ്ദേഹം ആഗ്രഹിക്കുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇന്നും ഈ കാലഹരണപ്പെട്ടു പോകാത്ത ഒരുപാട് ജാതീയ ചിന്താഗതിയുള്ള ആളുകളുണ്ട് എന്നത് കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിറത്തിന്റെ അധിക്ഷേപങ്ങൾ ഇന്നുണ്ട്. അമേരിക്കയിലൊക്കെ ഇപ്പോഴും കറുപ്പിനെ അറപ്പുള്ള ഒരു കൂട്ടം നാറികളുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതേ ഗണത്തിൽപ്പെട്ട കുറെ നാറികൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. വെറുതെ ഇങ്ങനെ കിടന്ന് കൊണക്കിയാണ് ഇയാള്. ചീനവിൻ ചെങ്കൊടി താഴെ ഖുറാൻ കത്തിയതിന് മണം. ഖുറാൻ കത്തിയതിന്റെ മണമാണ് അദ്ദേഹത്തെ വ്യസനിപ്പിക്കുന്നത്. അതുകൊണ്ട് ചീനയിലെ ചെങ്കൊടി താഴെയാണെന്ന് പറയുന്നു. ഖുറാൻ കത്തിയ ആ ഒരു വിഷമം അദ്ദേഹത്തിന് ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ താങ്കൾ. അയാളൊരു മാനുഷിക പരിഗണന, എല്ലാ മതങ്ങളിലെയും മൂല്യം കൽപ്പിക്കുക എന്നുള്ള ബോധം, ഇതൊക്കെ ഒരു കുറച്ച് വായനയുള്ള ആളുകളുടെ തലയിലേ ഉണ്ടാവുള്ളൂ എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ മനുസ്മൃതിയെ കുറിച്ച് എവിടെയോ എന്തോ പറഞ്ഞു. മനുസ്മൃതിയിൽ അവർണനെന്നോ അവർണനൊന്നും ഇല്ല എന്നാണ് താങ്കൾ പറയുന്നത്. മനുസ്മൃതിയിൽ കൃത്യമായി ബ്രാഹ്മണന്റെ അടിയിലാണ് നമ്മളെല്ലാവരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നീ ആരെയാണ് പറഞ്ഞു പറ്റിക്കാൻ നോക്കുന്നത്? നാളെ ചിലപ്പോൾ മനുസ്മൃതിയെ കുറിച്ചിട്ട് വേടനൊരു പാട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ നാണം കെട്ടിരിക്കും കേട്ടോ. അത് പറഞ്ഞില്ല എന്ന് വേണ്ട, അറിയുന്ന ആളുകൾ പലപ്പോഴും അത് പറയുന്നത് ഞങ്ങൾ കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ നാട്ടില് നിരവധി പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നമുണ്ട്. ഇത്രയൊക്കെ ആൾക്കൂട്ടം ഉണ്ടാക്കാൻ കഴിയുന്നയാൾ പാലസ്തീന്റെ പതാക ഉയർത്തുന്നു. നമ്മുടെ ഈ രാജ്യം ഒരു യുദ്ധമുഖത്തു നിൽക്കുമ്പോൾ ഈ ഭാരതത്തിന്റെ പതാക ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടല്ലോ. ഇന്ത്യൻ ദേശീയ പതാക തോന്നിയ പോലെ തോന്നിയ ഇടങ്ങളിൽ പൊക്കിയാൽ അവൻ രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിൽ കിടക്കുമെന്ന ബോധം കുറച്ചെങ്കിലും തലക്കകത്തില്ല എന്നുണ്ടെങ്കിലും മിണ്ടാണ്ടിരിക്കുക. നിങ്ങൾ എങ്ങനെ ഏതൊരു ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഇന്ത്യൻ ദേശീയ പതാക അങ്ങനെ പലയിടങ്ങളിലും പൊന്തിക്കാൻ പറ്റില്ല. അങ്ങനെ പൊന്തിച്ചു കഴിഞ്ഞാൽ, അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്, ഇല്ലീഗലാണ്. അത് നിനക്ക് പണി കിട്ടും, ബോധമില്ലാത്ത ആളുകൾ പലതും പറയുന്നു എന്നുള്ളതോ. എന്താണ് യുദ്ധത്തെ കുറിച്ചിട്ട് വേടന്റെ കാഴ്ചപ്പാടൊന്നൊന്ന് കേൾക്കാം. നമുക്കറിയില്ല യുദ്ധത്തിന്റെ ആഘാതം എത്ര വലിപ്പമുള്ളതാണോ. നമുക്കൊന്നും നഷ്ടപ്പെടാനല്ലോ. നമ്മൾ ഏത് അർത്ഥത്തിലാണ് ചെയ്യുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കറിയില്ല ഒരു യുദ്ധത്തിന്റെ ആഘാതം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പറയാൻ പോലും കഴിയില്ല. നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ഓരോ യുദ്ധം ഉണ്ടായതിന്റെ ബാക്കി മാത്രമായിട്ട് ഒരുപാട് സാധാരണക്കാർ പലയിടങ്ങളിലും ബുദ്ധിമുട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ബന്ധവും ഉണ്ടാവില്ല അവിടുത്തെ തീവ്രവാദവുമായി ബന്ധപ്പെട്ടിട്ട്. അങ്ങനെ ഒരുപാട് പാവങ്ങളുണ്ട് അല്ലെ, അവർ കഷ്ടപ്പെടുന്ന നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യത്വത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന വേടന് കൃത്യമായി അതിനുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദേശീയ പതാക, നിന്നെ പോലെ രണ്ട് പൊട്ടന്മാരാണ് ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ബോധമുള്ള ആളുകളോട് ചോദിക്കുക, ദേശീയ പതാക അങ്ങനെ തോന്നിയ ഫലത്ത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളൂ. ഒരിക്കലും കഴിയില്ല. അതൊരു വലിയ വിഡ്ഢിത്തരാണ് എന്ന ബോധം നിനക്ക് വേണം. അപ്പോ ആസിഫായുടെ അര ഉടയ്ക്കുവാൻ ഭഗവാൻ കാവലിരിക്കുന്നു. ഇതിൽ കൂടുതൽ ഒരു മതവർഗീയത എന്താ പറയാനുള്ളത്? അതുകൊണ്ട് കേരളത്തിലെയോ ഭാരതത്തിലെയോ ദളിതിന്റെ പ്രതീകമാണ് ഇയാളെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് കൃത്യമായ ഒരു അജണ്ട, ഇതിന്റെ പിന്നിൽ ആളുണ്ട്. അടഞ്ഞു കിടക്കുന്ന ഒരു അമ്പലത്തിൽ വെച്ചിട്ട് ഒരു 10-12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് പിച്ച് ചീന്തി കൊന്ന്, നിങ്ങളെല്ലാവരും വാർത്ത കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ കുട്ടി ആശുപത്രിയിൽ ദിവസങ്ങളോളം കിടന്നാണ് മരിച്ചു പോയിട്ടുള്ളത്. എന്നിട്ടും ആ കേസിൽ പെട്ട ആളുകളൊക്കെ വെറുതെ വിട്ടു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഇന്ത്യയുടെ, ഭാരതത്തിന്റെ രാഷ്ട്രീയം പറയുന്നില്ല, ദളിതന്റെ രാഷ്ട്രീയം പറയുന്നില്ല എന്നാണ് ഇവൻ പറയുന്നത്. ഈ മണവണാഞ്ചന് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. വേടൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അദ്ദേഹം അവിടെ വന്നിരിക്കുന്നു. എന്ത് ദളിതന്റെ എന്ത് പ്രശ്നമാണ് അവൻ പറഞ്ഞത് എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? ആ ചോദ്യം മാത്രം മതി നാളെ ദളിതൻ എന്ത് പ്രശ്നമാണ് കേരളത്തിൽ ഇന്ത്യയിൽ സംഭവിക്കുന്നതെന്ന് ആളുകൾ സെർച്ച് ചെയ്ത് മനസ്സിലാക്കാം. അത് മാത്രം മതിയുള്ളൂ. എന്നെ കൊണ്ട് കഴിയുന്ന അതാണെങ്കിൽ അതാവട്ടെ എന്നാണ് അദ്ദേഹം കരുതിയിട്ടുള്ളൂ. എനിക്ക് നല്ലൊരു പോയിന്റ് കിട്ടി. താങ്ക് യു. കേൾക്കണം, ഏത് സന്ദർഭത്തിലാണ് അത് പറയുന്നത്? ഒരു ക്ഷേത്ര കലകളെ കുറിച്ച് ആ പരിപാടി നടക്കുന്ന സ്ഥലത്തിന് ചില പ്രത്യേകതകളുണ്ട്. അവിടെ നടത്തിയ കലാപരിപാടികൾക്ക് ചില പ്രത്യേകതകളുണ്ട്. കല എന്താണ്?
മനസ്സുകളെ വിമലീകരിക്കുന്നതാണ് കല. മനസ്സുകളെ സംഘർഷഭരിതമാക്കുന്നതും മനസ്സുകളിൽ മാലിന്യം വാരി വിതറുന്നതുമല്ല കല. മനുഷ്യനെ സംഘർഷത്തിലേക്ക് നയിക്കുന്നതല്ല കല. മനുഷ്യന്റെ സംഘർഷത്തിലേക്ക് നയിക്കുന്നതും അല്ലെങ്കിൽ നിന്നെ പോലെ കൂടോത്രം കഴലക്കി മനസ്സിന്റെ അകത്ത് വിടുന്നവനും അല്ല വേടൻ. വേടൻ കൃത്യമായി കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ വരികളും അദ്ദേഹത്തിന്റെ സംസാരങ്ങളിലും. അതുകൊണ്ട് നീ വല്ലാണ്ട് ഡയലോഗ് അടിക്കല്ലേ. നിന്നെ പോലെയുള്ള കുറെ എണ്ണാണ് വർഗീയത മനസ്സിൽ പേറിക്കൊണ്ട് നടന്ന് വർഗീയത ഇങ്ങനെ വലിച്ചെറിയുന്നത് എന്നുള്ളതാണ്. ദളിതൻ 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 എന്ന് 100 തവണ നീ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. വേടൻ ദളിതന്റെ ഭാഗമായി നിൽക്കുന്നവനാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സമൂഹം ഇവിടെ ഉണ്ട്. അവരടിച്ചമർത്തപ്പെട്ടവരാണ്, അവർ അടിച്ചമർത്തപ്പെടുന്നുണ്ട് എന്ന കാര്യം നിനക്കറിയാം. അത് നീ സമ്മതിക്കുന്നുണ്ടല്ലോ, അത് മതി. നമ്മുടെ രാജ്യത്ത് ദളിതനും പിന്നോക്കക്കാരനും അവർണനും സവർണനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കേരളം നവോത്ഥാനത്തിന്റെ പാതയിൽ നിന്ന് മുന്നോട്ട് പോയി. നമുക്കറിയാം, നവോത്ഥാന നായകന്മാര് അയ്യങ്കാളിയാണെങ്കിലും പണ്ഡിറ്റ് കറുപ്പനാണെങ്കിലും അതുപോലെ മന്നത്ത് പത്മനാഭനാണെങ്കിലും ഇവരൊക്കെ പരസ്പര സഹവർത്തിത്വത്തോടുകൂടി സഹകരണത്തോടുകൂടിയാണ് പോയത്, അല്ലാതെ പരസ്പരം പൊരുതിയിട്ടല്ല. വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ സവർണ ജാഥ നയിക്കാൻ സവർണൻ എന്ന് നാം വിളിക്കുന്ന മന്നത്ത് പത്മനാഭൻ മുന്നിലുണ്ടായിരുന്നു. എടാ, നിനക്ക് എന്ത് യോഗ്യതയുള്ള മന്നത്തിനെ കുറിച്ച് സംസാരിക്കാൻ? നിനക്കൊരു യോഗ്യതയില്ല. അയാളുടെ ജാതി വെടിഞ്ഞ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പേരിന്റെ തട്ടത്തിലുള്ള പിള്ള എന്ന് എടുത്ത് കളഞ്ഞ മനുഷ്യനാണ്. അതേപോലെ തന്നെ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. ഇവരെല്ലാം അവരുടെ ജാതി ഉപേക്ഷിച്ച് വന്നവരാണ്. അങ്ങനെയാണ് അവർ ദളിതന് വഴിക്ക് വേണ്ടിയിട്ട് സമരം ചെയ്ത വൈക്കം സത്യാഗ്രഹം. മന്നത്ത് പത്മനാഭൻ ആരാണ് എന്ന് നീ ആദ്യം പോയി മനസ്സിലാക്കി. NSSനൊക്കെ വേണ്ടി സംസാരിച്ച ആളാ. ഈ ഒരു ജാതിയുടെ അകത്ത് നായന്മാര് അത്രയധികം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച വ്യക്തിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്പൂതിരിമാര് വന്ന് നായന്മാരായിട്ടുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചുകൊണ്ട് പ്രഗ്നന്റ് ഒക്കെ ആക്കി കഴിഞ്ഞാൽ അവർ മുങ്ങും, പിന്നെ അവർ തിരിച്ചു വരില്ല. ആ ഒരു സ്ത്രീകൾ നേരിട്ടിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ആളാണ്. അതുപോലെ തന്നെ എന്നെ പോലെ എല്ലാവർക്കും അമ്പലത്തിൽ കയറാൻ അവകാശം വേണമെന്ന് ആഗ്രഹിച്ച ആ ജാതിയെ മാറ്റി നിർത്തിപ്പോയ ഒരു മനുഷ്യനാണ്. ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിടെ അയാളുടെ ജാതിയാണ് നീ ഊന്നി പറഞ്ഞത് എന്നുള്ളതാ, സവർണ ജാഥ. അത് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. അന്ന് ഒരുപാട് നീ പറയുന്നത് പോലെ ആ ജാതിയിൽപ്പെട്ട ആളുകളെ, അവരുടെ ജാതിയിൽപ്പെട്ട ആളുകൾ തന്നെ തല്ലിക്കൊന്ന കഥകളും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ അവരുടെ ജാതി ഉപേക്ഷിച്ച് അത്രയും നാൾ അടിച്ചമർത്തപ്പെട്ടിരുന്ന ആ ഒരു സമൂഹത്തിന് വേണ്ടി സംസാരിക്കാൻ പുറത്തേക്ക് വന്ന ആളുകളാണ്. അവരെ നീ ഈ ജാതിയിലുള്ള ആളുകളാണെന്ന് പറഞ്ഞ് സംസാരിക്കരുത്. ഒരിക്കലും ശരിയായ കാര്യങ്ങളല്ല. ഈ NSSും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയത് നിങ്ങളുടെ ജാതിയുടെ ഉന്നമനത്തിലാണ്. അതിനർത്ഥം അദ്ദേഹം പൂർണ്ണമായും നായർക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് എന്ന് നീ ചിന്തിക്കരുത്, തെറ്റാണ്. അദ്ദേഹം ആ പിള്ള എന്ന വാക്കൊക്കെ എടുത്തു കളഞ്ഞ വ്യക്തിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ മുന്നിൽ നിന്ന് നയിച്ച വ്യക്തിയാണ്. അദ്ദേഹം ജാതി ഉപേക്ഷിച്ച വ്യക്തിയാണ്. അത് മനസ്സിലാക്കുക. ചരിത്രത്തിലുള്ള അങ്ങനെ പേരിന്റെ തറ്റത്ത് ജാതി പേരുള്ള ആളുകളൊക്കെ ആ ജാതിയിലുള്ളവരല്ലേ എന്ന് നിനക്ക് പറയാൻ അവകാശവും അധികാരവും ഇല്ല. അവരത് ഉപേക്ഷിച്ചവരാണ് എന്ന ബോധം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ ഇപ്പോഴും മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നുള്ളതാ. നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് നിന്നെ പോലെ വിഘടനവാദം പറയുന്ന ആളുകളെ. ഓഹു, എന്താ ഡയലോഗ് അടിക്കുന്നത് കേൾക്കുമ്പോൾ. പേരിന്റെ തറ്റത്ത് വാലുണ്ടല്ലോ, ആ വാലുള്ള ആളെ നിങ്ങൾക്ക് ഔദാര്യം പോലെ വന്നതല്ലേ എന്ന്. അദ്ദേഹത്തിന്റെ സ്നേഹം കൊണ്ട് വന്നതാ. അദ്ദേഹത്തിന്റെ മനുഷ്യത്വം കൊണ്ടാണ് വന്നിട്ടുള്ളത്. വഴി നടക്കാൻ സമ്മതിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അമ്പലത്തിന് അടുത്ത് കൂടെ പോകാൻ കഴിച്ചിരുന്നില്ല. അന്ന് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചു. അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ നിന്നല്ല ഒരു അമ്പലത്തിൽ പോലും നമുക്ക് കയറാൻ അവകാശം ഉണ്ടായിരുന്നു. ആ അവകാശത്തിന് വേണ്ടിയാണ് സ്വന്തം ജാതിവാല് കട്ട് ചെയ്തുകൊണ്ട് വന്നത്. അത് മനസ്സിലാക്കണേ. പൊതു സമൂഹത്തെ ചില ട്രെൻഡുകളിൽ കുടുക്കി ആൾക്കൂട്ടത്തിന്റെ തീരുമാനങ്ങളാണ് ശരിയെന്ന് വരുത്തുന്ന ചില ശക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ ശക്തികൾ വേടന്റെ പാട്ടുകൾക്ക് പിന്നിലുണ്ട് എന്നുള്ളത് സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കൊന്നും വേണ്ട. മനുഷ്യത്വം എന്നൊരു സാധനം ഉണ്ടാവണമെങ്കിൽ, രാഷ്ട്രീയം എന്ന ഒരു സാധനം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, മനുഷ്യത്വം, സ്നേഹം, അതേപോലെ വിവേചനങ്ങൾ ഏതാണെങ്കിലും അതൊന്നും പാടില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനെല്ലാം എതിർത്തുകൊണ്ട് വേടന്റെ കൂട്ടത്തിൽ ആളുകളുണ്ട്. അയാൾ ഉയർത്തുന്ന ജാതിവാദത്തെ ഈ നൂറ്റാണ്ടിന് നിരക്കാത്ത ജാതിവാദമാണത്. ഈ സനാതന ധർമ്മത്തിൽ അവർണനും സവർണനുമില്ല. ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ട നമ്മുടെ തലമുറകളുടെ മനസ്സിലേക്ക് ജാതി വെറിയുടെ, വർഗവെറിയുടെ വിഷം കുത്തിവെക്കുന്ന സാഹിത്യമാണ് വേടന്റെ സംഗീതത്തിന്റെ പിന്നിലുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്. വേടന്റെ പ്രേക്ഷകരായി മാറുന്ന യുവാക്കൾ, അവരുടെയൊക്കെ മനസ്സിലേക്ക് ഈ ജാതിബോധവും വർണ്ണവെറിയും വർഗീയ ബോധവും ഒക്കെ കുത്തിവെക്കുന്ന പാട്ടുകൾ. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ ഏത് പാട്ട് കേട്ടിട്ടാണ് ആളുകളുടെ മനസ്സിനുള്ളിൽ ഈ വർണ്ണവും വർഗവും അതേപോലെ ജാതി വെറിയൊക്കെ ഉണ്ടാവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.
ഇവിടെയുള്ള ആളുകൾ അത് കേട്ടുകൊണ്ട് ഇങ്ങനെ ആവല്ലേ എന്ന് മനസ്സിലാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇയാള് കിടന്ന് വിഷം തൂക്കുകയാണ്, വേറെന്താ. നമ്മുടെ രാജ്യത്ത് ഇന്ന് നേരിടുന്ന ഭീകരവാദത്തെക്കുറിച്ച് പാടുന്നില്ല. എന്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രം പഹൽഗാമിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് പാടുന്നില്ല, അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല? പാലസ്തീനെ കുറിച്ച് വേടന് അഭിപ്രായമുണ്ടല്ലോ. അപ്പൊ പാലസ്തീനെ കുറിച്ച് പാടുന്നവൻ എന്തുകൊണ്ട് ഈ നാടിനെ കുറിച്ച് പാടുന്നില്ല? അത് വേടന്റെ രാഷ്ട്രീയമാവാം, വേടന്റെ പിന്നിലുള്ളവരുടെ രാഷ്ട്രീയമാകാം. ഇത് വളരെ ആസൂത്രിതമായി ഭാരതീയ സമൂഹത്തിൽ, കേരളീയ സമൂഹത്തിൽ വിഘടനവാദവും വിഭജനവാദവും സവർണ അവർണ വേർതിരിവുകളും ഉണ്ടാക്കാനുള്ള നിഗൂഢമായ ചില ശക്തികളുടെ പദ്ധതിയാണ്. എനിക്ക് മമ്മൂട്ടിയുടെ ആ ഒരു സിനിമയാണ് ഓർമ്മ ചെയ്തത്. അതായത് മനുവങ്കിൾ എന്നാണ് തോന്നുന്നത്. ആളിങ്ങനെ ആകാശത്തേക്ക് മറ്റേ ഇതൊക്കെ വെച്ചിട്ട് ദൂരദർശനൊക്കെ വെച്ചുകൊണ്ട് ഓരോ പരീക്ഷണം നടത്തുമ്പോൾ ഈ കുട്ടികളൊരു തമാശക്ക് ഒരു കൂറയെ പിടിച്ച് കാണിക്കില്ല. അതിൽ ആളൊക്കെ പേടിച്ച് ഞെട്ടി വരണ്ടുകൊണ്ട് പറയുന്നുണ്ട്, എന്തൊരു അദൃശ്യ ശക്തി ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്, ഞാൻ നാസയിലേക്ക് വിളിച്ചറിയിക്കട്ടെ എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? അതേപോലെ തന്നെ ഇയാൾ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ എന്തൊക്കെയോ വിളിച്ചു പറയാണ്. ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും യാതൊരു വേർതിരിവ് ഉണ്ടാവരുതെന്ന് തന്നെയാണ് വേടൻ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടുത്തെ ജനത മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു ശക്തിയില്ല. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് എന്ത് എഴുതണം എന്നുള്ളത്. അദ്ദേഹം എഴുതുന്നത് നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അത് നമ്മുടെ താല്പര്യം കൂടിയാണ്. അത് സ്വീകരിക്കുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ആളുകൾ ചേർത്ത് വെക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ പറയാതെ മിണ്ടാണ്ടിരിക്കുക. കാരണം നിങ്ങൾ പറയുന്ന ആ ചരിത്ര പുരുഷന്മാരൊക്കെ ജാതിയുടെ വാല് കട്ട് ചെയ്ത ആളുകളാണ്. അവർക്കൊരു ജാതീയ വേർതിരിവ് ഇല്ലാത്ത മനുഷ്യന്മാരാണ്, ഒരു വിദ്യാഭ്യാസമുള്ളവരാണ്, വകതിരിവുള്ളവരാണ്. സനാതന ധർമ്മത്തിൽ സവർണനും അവർണനും ഉണ്ട് എന്ന് തന്നെയാണുള്ളത്. അതൊക്കെ നിങ്ങൾ എത്ര മാറ്റിമറിച്ചാലും മാറ്റാൻ കഴിയില്ല എന്ന് തന്നെ. വേറൊന്നും പറയുന്നില്ല. വീണ്ടും ഒരു പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതിലേക്ക് സന്ദീപ് പോൾ സൈനിങ് ഓഫ്.